യുദ്ധം എന്നും മനുഷ്യരാശിക്ക് നൽകുന്നത് കണ്ണീരും വറുതിയും മാത്രമാണ്. എന്നാൽ ആധുനിക കാലത്ത് ഒരു യുദ്ധം എന്നത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആയുധ പോരാട്ടമല്ല, മറിച്ച് ഭൂമുഖത്തെ സകല മനുഷ്യരെയും ബാധിക്കുന്ന സാമ്പത്തിക സുനാമിയാണെന്ന സത്യം അടിവരയിടുകയാണ് ഐക്യരാഷ്ട്രസഭ. ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടാകുന്ന ഗുരുതരമായ ആഗോള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം മേധാവി അലക്സാണ്ടർ ഡിക്രൂ നൽകിയ മുന്നറിയിപ്പ് ലോകത്തെ ഭയപ്പെടുത്തുന്നതാണ്. ഈ യുദ്ധം മൂലം ലോകമെമ്പാടുമുള്ള 3 കോടിയിലധികം ആളുകൾ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് എടുത്തെറിയപ്പെടുമെന്നാണ് ഡിക്രൂ വ്യക്തമാക്കുന്നത്. യുദ്ധം നമ്മുടെ അതിർത്തികൾക്ക് അപ്പുറത്താണെങ്കിലും അത് ചെന്നെത്തുന്നത് ഓരോ സാധാരണക്കാരന്റെയും ഊൺമേശയിൽ കൂടിയാണ്. ഇതിന് പ്രധാന കാരണം ആഗോള വിപണിയിലെ ഇന്ധന വള പ്രതിസന്ധിയാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വളത്തിന്റെ 1/3 ഭാഗവും കടന്നു പോകുന്നത് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഈ ഗതാഗതം തടസ്സപ്പെട്ടതോടെ കാർഷിക മേഖല സ്തംഭിച്ചിരിക്കുകയാണ്. കൃഷിക്ക് അത്യന്താപേക്ഷിതമായ വളത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ ആഗോളതലത്തിൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. 2026 അവസാനത്തോടെ ലോകം കണ്ടിട്ടില്ലാത്ത വിവിധത്തിലുള്ള അതിരൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിന് ഇത് വഴിവെക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ദശാബ്ദങ്ങൾ നീണ്ട കഠിനാധ്വാനം കൊണ്ട് ലോകം നേടിയെടുത്ത സാമ്പത്തിക സുരക്ഷിതത്വം വെറും 8 ആഴ്ചത്തെ യുദ്ധം കൊണ്ട് തകർന്നടിയുകയാണ്. ആഗോള GDPയുടെ 0.8% ഇതിനോടകം തന്നെ നഷ്ടമായി കഴിഞ്ഞു. ഇത് കേവലം അക്കങ്ങളല്ല, മറിച്ച് തകർന്നു വീഴുന്ന ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളാണ്. ഭക്ഷ്യ അരക്ഷിതാവസ്ഥ മാത്രമല്ല, നിലവിൽ ദുരിതമനുഭവിക്കുന്ന സുഡാൻ, ഗസ, യുക്രൈൻ തുടങ്ങിയ മേഖലകളിലെ മാനുഷിക പ്രവർത്തനങ്ങളെയും ഈ യുദ്ധം സാരമായി ബാധിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ ഫണ്ടിന്റെ കുറവുണ്ടായതോടെ സഹായം കൊണ്ട് മാത്രം ജീവൻ നിലനിർത്തുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണ്. ലോകബാങ്കും IMFും നൽകിയ മുന്നറിയിപ്പുകൾ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന സാഹചര്യമാണുള്ളത്. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ആഗോള വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാക്കുക മാത്രമല്ല, ദരിദ്ര രാജ്യങ്ങളിലെ സാധാരണക്കാരുടെ ജീവിതം പൂർണ്ണമായും ഇരുട്ടിലാക്കുകയും ചെയ്യുന്നു. യുദ്ധം ഇന്ന് അവസാനിച്ചാൽ പോലും ഇതിനകമുണ്ടായ ആഘാതങ്ങൾ നികത്താൻ വർഷങ്ങൾ വേണ്ടിവരുമെന്ന തിരിച്ചറിവ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഗൗരവമേറിയ ചർച്ചകൾക്ക് വഴി തുറക്കേണ്ടതുണ്ട്. മാനുഷിക മൂല്യങ്ങളെക്കാൾ ആയുധങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ പട്ടിണിയിലാകുന്നത് ലോകത്തിന്റെ ഭാവി കൂടിയാണ്.